ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓണം വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ഡിലേ വന്നു. അപ്പോൾ ഞാൻ പൂ മേടിക്കാൻ പോവാണ്. അപ്പോൾ ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പൂക്കൾ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പൂക്കളാണ് വാങ്ങിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല റെഡ് കളർ റോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മല്ലികപ്പൂ, വാടാമല്ലി എന്നൊക്കെ പറയില്ലേ, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഭയങ്കര വലിയ പൂക്കളൊന്നുമല്ല, ഒരു സാധാരണ ഒരു ചെറിയ പൂക്കളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് പൂക്കളും അത്രയും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചെട്ടിപ്പൂവ്, ഓറഞ്ച് കളറ് ചെട്ടിപ്പൂവ്, അതിൻ്റെ യെല്ലോ കളറ്, ഇതിന് ചെണ്ടുമല്ലി എന്നൊക്കെ പറയും വേറെ സ്ഥലത്ത്. ഞങ്ങളുടെ നാട്ടിൽ ചെട്ടിപ്പൂ എന്നാണ് പറയുക ഇതിന്, ഓറഞ്ചും യെല്ലോ. പിന്നെ നമ്മുടെ പേർപ്പിൾ കളർ അല്ല വയലറ്റ് കളർ ജമന്തിയും, പിന്നെ നമ്മുടെ വെള്ള ജമന്തി ഉണ്ട്. മഞ്ഞ ജമന്തി നോക്കി, പക്ഷേ അതത്ര കൊള്ളില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് കിട്ടിയത്. നമുക്ക് 10 കളറൊന്നും തികക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പൂക്കൾ എന്തായാലും ഒരുക്കാം. ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ അങ്ങ് സെറ്റാക്കാം. അപ്പോൾ എന്താ, തിരുവോണത്തിൻ്റെ അന്ന് രാവിലത്തെ വീഡിയോ ആണിത് കേട്ടോ. പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൂക്കൾ വെച്ചിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു പൂക്കളം റെഡിയാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? പിന്നെ ഗ്രീൻ കളറുള്ള എന്തെങ്കിലും കൂടെ ഇതിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ. അപ്പം ഞാൻ കുറച്ച് തുളസി പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇലകൾ ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റും ഗ്രീനും ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ ഒന്നിച്ച് വരുമ്പോൾ അത് നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ. നമ്മളൊരു പാർട്ടി ഹാളിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് വീട്ടിൽ നിന്നല്ല ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ പൂക്കളൊക്കെ ഒരുക്കി അതിൻ്റെ ശേഷം റെഡിയായി നമ്മളവിടെ ഫംഗ്ഷനുള്ള ഹാളിലെത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ മാവേലിയാണ് വരുന്നത്. അങ്ങനെ മാവേലിയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാൻസും പാട്ടും അങ്ങനെ വിവിധ തരം കലാപരിപാടികളുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ മക്കളുടെ വെൽക്കം ഡാൻസ് ആയിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഓണപ്പാട്ടുകളാണ്. ഓണം സെലിബ്രേഷന് ഓണപ്പാട്ട് മസ്റ്റായിട്ടുണ്ടാകുന്നൊരു സംഭവമല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഓണപ്പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ മാവേലി. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുള്ള ഹരിയേട്ടനാണ് മാവേലിയായിട്ട് ഇപ്രാവശ്യം വേഷം ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികളുടെ ഒരു ഫാഷൻ ഷോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ വിചാരിച്ച രീതിയിൽ അങ്ങ് സെറ്റായി വന്നിട്ടില്ല. കുട്ടികളെല്ലാവരും നല്ല ഓണം കോസ്റ്റ്യൂമിലൊക്കെയല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു തീം ബേസ്ഡ് ആയിട്ട് നമുക്കൊരു ഫാഷൻ ഷോ ആണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കുറേ കുഞ്ഞു മക്കളുണ്ടായിരുന്നു, അവരാരും ആ സമയത്ത് സ്റ്റേജിലേക്ക് വരുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഉള്ള കുട്ടികളെ വെച്ചിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ കുറച്ച് മുതിർന്നവരും കൂടെ ഒരു ഫാഷൻ ഷോ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരും കൂടെ സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ കിഡ്സിൻ്റെ ഫാഷൻ ഷോ അതെല്ലാം കഴിഞ്ഞ് കലാപരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഗെയിംസിലേക്ക് കടന്നത് കേട്ടോ. അപ്പം ഗെയിംസ് നമ്മൾ ഫസ്റ്റ് തന്നെ കസേര കളിയാണ് സ്റ്റാർട്ടാക്കിയത്. ഇതിലിപ്പോൾ കുട്ടികൾക്കാണ് ഫസ്റ്റ് നടത്തുന്നത്. അതിൻ്റെ ശേഷം ജെൻസ്, പിന്നെ ലേഡീസ്, അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് ഗെയിംസൊക്കെ നടത്തിയിട്ടുള്ളത് കേട്ടോ.
പിന്നെ നെക്സ്റ്റ് ഗെയിം നമ്മുടെ ലെമൺ സ്പൂണാണ്. അപ്പോൾ ലെമൺ സ്പൂണും ഇതുപോലെ തന്നെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു ബിസ്ക്കറ്റ് കടിക്കുന്ന മത്സരം. അപ്പോൾ ഇത് നമ്മളൊരു കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ രണ്ട് വശത്തുനിന്നും പിടിച്ചിട്ട് ആരാണ് ഫസ്റ്റ് ബിസ്ക്കറ്റ് കടിച്ചെടുക്കുന്നത് അവരാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു ഗെയിം. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഫുഡ് കഴിക്കേണ്ട ടൈമായി. അപ്പോൾ നല്ല അടിപൊളി ഓണസദ്യ ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ സദ്യയൊക്കെ കഴിച്ചു. നെക്സ്റ്റ് നമ്മൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഗെയിമിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ഒരു കപ്പിൾ ഗെയിമാണ്. ഈ ബലൂൺ പൊട്ടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ്. നമുക്ക് 15 സെക്കൻഡാണ് ടൈമും തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ വിൻ ചെയ്തത് നമ്മളാണ് കേട്ടോ. നമ്മൾ 7 സെക്കൻഡ് കൊണ്ടാണ് ബലൂൺ പൊട്ടിച്ചെടുത്തത്. അപ്പോൾ ഇതിന് നമുക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. പിന്നെ അതിൻ്റെ ശേഷം കുട്ടികളുടെ ബലൂൺ പൊട്ടിക്കലാണ്. ലാസ്റ്റ് നമ്മുടെ വടംവലി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു അവർക്കും എന്തായാലും ഇതിൽ പങ്കെടുക്കണമെന്ന്. അപ്പോൾ ഫസ്റ്റ് സെഷൻ അവരെ കൊണ്ടാണ് ചെയ്യിച്ചത്. അപ്പോൾ കുട്ടികളുടെ വടംവലിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ജെൻസിൻ്റെ വടംവലിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ വടംവലിയൊക്കെ കഴിഞ്ഞു. ലേഡീസിനും ഉണ്ടായിരുന്നു കേട്ടോ വടംവലി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. ഓരോരോ ഐറ്റംസിനും പ്രൈസ് കിട്ടിയവർക്കെല്ലാം പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ 2024 ഓണം സെലിബ്രേഷൻ ഏകദേശം ഫിനിഷായി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇനിയും ഓണം സെലിബ്രേഷൻസ് വേറെ വരാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ. വീഡിയോ അപ്ലോഡ് ആവാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.